നമസ്കാരം. പ്രതിലിപിയിലൂടെ വായനക്കാരുടെ എണ്ണം 1,30,000-ലെത്തി നിൽക്കുന്ന കൊലയാളി എന്ന നോവലിൻ്റെ 15-ാം ഭാഗം. രചനയും അവതരണവും ഇമ്മാനുവൽ. ഇന്നിപ്പോൾ നടന്ന കൊലപാതകം ആദ്യം കണ്ടത് വീരൻ എന്നയാളാണ്. ആ പേര് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ എവിടെയോ കേട്ടതാണല്ലോ. നിങ്ങൾ ആരെങ്കിലും ആ പേര് ഓർമ്മിക്കുന്നുണ്ടോ? ഇപ്പോൾ മനസ്സിലായി. നമ്മുടെ കള്ളൻ ഭാസ്കരൻ ഒരു സംഭവത്തിൻ്റെ വിവരണം തന്നില്ലേ? അതിൽ ഏറ്റവും അവസാനം മീശക്കാരൻ ഒരാളെ വിളിക്കുന്നതായി പറയുന്നുണ്ട്. ആ ആളിൻ്റെ പേരാണ് വീരൻ. താരതമ്യേന അപൂർവമായ പേരാണ് വീരൻ എന്നത്. എന്നാലും ഭാസ്കരൻ പറഞ്ഞതിൽ പരാമർശിച്ച വീരനും ഇപ്പോൾ ഈ മൃതദേഹം കണ്ട വീരനും ഒരാൾ തന്നെ ആകണം എന്നൊരു നിർബന്ധവുമില്ല. എന്നാലും സാധ്യതയില്ലാതില്ല താനും. മാത്രവുമല്ല, ഭാസ്കരൻ പറഞ്ഞതിൽ ഒരു രജിസ്ട്രാറുടെ കാര്യം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. നിയമം വിട്ട് ഉമ്മച്ചന് സഹായം ചെയ്തു കൊടുക്കുന്ന കൈക്കൂലിക്കാരനായ ഒരു രജിസ്ട്രാറുടെ കാര്യം പറയുന്നുണ്ടല്ലോ. ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ആ ബംഗ്ലാവിലെത്തി നടത്തിക്കൊടുത്തത് കൊല്ലപ്പെട്ട പ്രകാശൻ തന്നെയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വീരൻ പ്രകാശനെ അറിയാൻ സാധ്യതയില്ലേ? ഇതൊക്കെ ഇപ്പോൾ വെറും സംശയങ്ങളാണ്. അത്തരം സംശയങ്ങളാണ് അവസാനം ഏതെങ്കിലും നിഗമനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്. അത്തരം നിഗമനങ്ങളാണ് തെളിവുകളാകുന്നത്, കുറ്റവാളിയിലേക്കുള്ള മാർഗം കാണിച്ചു തരുന്നതും. അല്ലെങ്കിലും വീരനെ നമുക്ക് ചോദ്യം ചെയ്യണം. അയാൾക്ക് അറിയാവുന്ന മറ്റു കാര്യങ്ങളും ഉണ്ടാകും. ആദ്യമായി അറിയേണ്ടത് കൊമ്പൻ മീശക്കാരൻ വിളിച്ചു വരുത്തിയ വീരനും ഈ വീരനും ഒന്നു തന്നെയാണോ എന്നാണ്. അവർ വീരനെ കാണാനും സംസാരിക്കാനും വേണ്ടി കെട്ടിടത്തിൻ്റെ മുന്നിലേക്ക് ചെന്നു. അവിടെ നിൽക്കാനാണ് അയാളോട് പറഞ്ഞിരുന്നത്. അവിടെ അപ്പോൾ ഉണ്ടായിരുന്നവരോട് വീരനെപ്പറ്റി അന്വേഷിക്കുകയായിരുന്നു രഞ്ജിത്തും മഹേന്ദ്രനും. നാട്ടുകാർക്ക് അയാളെ പറ്റിയുള്ള അഭിപ്രായവും വളരെ പ്രധാനമാണ്. അതൊരു നിഗമനത്തിലെത്താൻ അവരെ സഹായിക്കും. അപ്പോഴാണ് DYSP മോഹനൻ സാർ ജീവൻ ജോസിനെ ഒരു അത്യാവശ്യ കാര്യത്തിനായി വിളിച്ചത്. പ്രധാന കാര്യത്തിനല്ലാതെ വിളിക്കുകയോ ഡ്യൂട്ടിക്കിടയിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്യാത്തയാളാണ് മോഹനൻ സാർ. അത്യാവശ്യമായി DYSP ഓഫീസിലെത്തണം എന്നാണ് ജീവൻ ജോസിന് ലഭിച്ച നിർദ്ദേശം. കാര്യം എന്നാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ നിർബന്ധമായും പോകണം. അത്രമേൽ പ്രാധാന്യമുള്ള എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയായിരിക്കും. ജീവൻ അടുത്ത് തന്നെ നിന്നിരുന്ന രഞ്ജിത്തിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് വീരനെ കാണാൻ ഇന്ന് കഴിയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ അയാളുടെ താമസ സ്ഥലവും മറ്റും മനസ്സിലാക്കി വയ്ക്കാം. ഒരു കാര്യം ചെയ്യാൻ ആലോചിച്ചിട്ട് അത് മാറ്റിവെക്കുന്നത് ജീവനെ സംബന്ധിച്ചിടത്തോളം തീരെ ഇഷ്ടമല്ല. എന്തെങ്കിലും ഒരു നിവൃത്തിയുണ്ടെങ്കിൽ അത് അന്ന് തന്നെ ചെയ്യുകയാണ് അയാളുടെ രീതി. അക്കാര്യത്തിൽ സംഘത്തിലുള്ളവരും ഏതാണ്ട് അതേ അഭിപ്രായക്കാർ തന്നെയാണ്. ആലോചിച്ചത് മാറ്റിവെച്ചാൽ ചിലപ്പോൾ ആ കാര്യം നടന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അവർ അന്ന് തന്നെ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. രഞ്ജിത്തും മഹേന്ദ്രനും കൂടി ഇന്ന് തന്നെ വീരനെ കാണാൻ പോകുക. അയാളിൽ നിന്ന് കിട്ടാനുള്ളത് മുഴുവനും ഊറ്റിയെടുക്കണം. കള്ളൻ ഭാസ്കരൻ പറഞ്ഞത് മുഴുവൻ കൃത്യമായി ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാനുള്ള കാര്യങ്ങൾ രഞ്ജിത്തിനോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച കാര്യം ഇന്ന് തന്നെ നടക്കുകയും ചെയ്യും. ജീവന് മേലുദ്യോഗസ്ഥനെ പോയി കാണുകയും ചെയ്യാം. പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും ആലോചിച്ചില്ല. രഞ്ജിത്തിനെയും മഹേന്ദ്രനെയും പറഞ്ഞ് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിനായി വിട്ടതിന് ശേഷം മോഹനൻ സാറിനെ കാണാൻ വേണ്ടി ജീവൻ ഓഫീസിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ജീവൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി
SP കൂടി സ്ഥലത്തുണ്ടായിരുന്നു. നേരത്തെ അടുത്ത് പരിചയമുണ്ടായിരുന്ന സൂപ്രണ്ട് മാറിയിട്ട് ഈയിടെ പുതിയതായി വന്നയാളാണ്. ജീവൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാരെ സല്യൂട്ട് ചെയ്തതിന് ശേഷം തനിക്കായി ചൂണ്ടിക്കാട്ടിയ ഇരിപ്പിടത്തിൽ ജീവൻ ഇരുന്നു. രഘുറാം സാറിനെ ജീവന് അടുത്ത് പരിചയമില്ലായിരിക്കും. സാറിങ്ങോട്ട് വന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നു. ഒരു കേസിൻ്റെ പിന്നാലെ ആയതുകൊണ്ട് വന്ന് കാണാൻ സമയം കിട്ടിയില്ല. ആ കേസിനെപ്പറ്റി പറയാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ജീവനെ ഇങ്ങോട്ട് വിളിച്ചത്. ബാക്കിയൊക്കെ മോഹനൻ തന്നെ പറഞ്ഞുകൊള്ളും. മോഹനൻ സാർ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ അവർ അന്വേഷിക്കുന്നത് വനത്തിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കേസ് ആണല്ലോ. അതിൻ്റെ പുരോഗതി എത്രമാത്രമുണ്ടെന്ന് അറിയാനും സൂപ്രണ്ടിനെ അറിയിക്കാനും കൂടിയാണ് ജീവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നാളിതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും തന്നെ ഏൽപ്പിച്ച കേസിൻ്റെ പുരോഗതി കൃത്യമായി തന്നെ മോഹനൻ സാറിനെയും രഘുറാം സാറിനെയും ബോധ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഏൽപ്പിക്കാത്ത മറ്റൊരു കേസിൻ്റെ കൂടി അന്വേഷണം സമാന്തരമായി തന്നെ നടക്കുന്ന കാര്യവും അവരെ അറിയിച്ചു. അതും മോഹനൻ സാറിൻ്റെ അറിവോടുകൂടി ആയിരുന്നു. എങ്കിലും ഔദ്യോഗികമായി ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നില്ല എന്ന് മാത്രം. അപ്പോഴും രഘുറാം സാറിന് സംശയമുണ്ടായിരുന്നു. ഈ രണ്ട് കേസുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്താണ് കാരണം? ഒന്ന് നടന്നിട്ട് 10 വർഷത്തിലധികമായിരിക്കുന്നു. മറ്റൊന്ന് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമല്ലേ അത് അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ. ആ സംശയം രഘുറാം സാറിൽ നിന്ന് വന്നതുകൊണ്ട് കള്ളൻ ഭാസ്കരനിൽ നിന്നും ലഭിച്ച വിവരണം അതേപടി തന്നെ ജീവൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അത് അവരിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത്. രഘുറാം സാർ അപ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലും ക്രിമിനലുകളുണ്ട് അല്ലേ? അതാണല്ലോ ഭാസ്കരൻ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. അതാരാണെന്നുള്ള സൂചനകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ചെറിയ സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിലും ലഭിച്ചിട്ടില്ല എന്ന് പറയാനാണ് ജീവന് തോന്നിയത്. അടുത്തതായി അതേ നിരയിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഇന്നലെ കൊല്ലപ്പെട്ട രജിസ്ട്രാർ പ്രകാശിൻ്റെ മൃതദേഹം കിടന്ന മുറിയിൽ നിന്നും കിട്ടിയത് 7-ൽ 1 എന്ന അടയാളമാണ്. ഇനിയും 6 പേരെ കൂടി തീർത്ത് കളയാൻ കൊലപാതകി പദ്ധതിയിട്ടിട്ടുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെങ്ങനെയെങ്കിലും തടയണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ആകെ നാണംകേടാകും. എങ്ങനെയെങ്കിലും തടയണമെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇപ്പോഴും കൊലയാളി എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. എന്നാലും തടയണമെന്ന് പറയാതിരിക്കാനും കഴിയില്ല. എവിടെയാണെന്നോ ആരാണെന്നോ ഉള്ളതിൻ്റെ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. കൊല്ലപ്പെട്ട വ്യക്തികൾ തമ്മിൽ പൊതുവായി ഒരു കാര്യത്തിൽ ബന്ധമുള്ളതായി ഇതുവരെയും ഉറപ്പിച്ചു പറയാറായിട്ടില്ല. ഭാസ്കരൻ്റെ മൊഴിപ്രകാരമാണെങ്കിൽ ആ സ്ഥലം കൈമാറ്റം ബലമായി നടന്നതാണ്. അതുകൊണ്ട് ആ കുടുംബത്തിലുള്ളവർക്ക് ഇയാളോടും കൂടെയുണ്ടായിരുന്ന ബാക്കിയുള്ളവരോടും പ്രതികാരം ചെയ്യാൻ തോന്നാം. പക്ഷെ കുഴക്കുന്ന പ്രശ്നം ആ കുടുംബത്തിൽ ഇനി ആരും ബാക്കിയില്ല എന്നതാണ്. എല്ലാവരെയും ആ വീട്ടിൽ തന്നെ വെച്ച് കൊല്ലപ്പെട്ടതായി ഭാസ്കരൻ തറപ്പിച്ചു പറയുന്നു. എന്നാൽ അവരുടെ ശരീരങ്ങൾ എവിടെ കൊണ്ടുപോയി മറവ് ചെയ്തു എന്ന് അയാൾക്ക് അറിയുകയുമില്ല. അതുകൂടി അറിയാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സാധ്യത തുറന്നു കിട്ടും. ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ബാക്കിയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ തന്നെ ആയിരിക്കാം ഇതിൻ്റെ പിന്നിൽ. അത് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. പക്ഷെ ബാക്കിയുണ്ടോ എന്നതാണ് പ്രധാന പ്രശ്നം. പക്ഷേ അറിഞ്ഞിടത്തോളം ബാക്കിയായിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ അത് തെളിയിക്കാനും കഴിയുകയുള്ളൂ. മാധ്യമങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ല. ഒരു കാരണവശാലും അവരിലേക്ക് വിവരം എത്തരുത്. എത്തിയാൽ അവർ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങും.
പിന്നെ നമുക്ക് നേരെ ചൊവ്വേ അന്വേഷിക്കാൻ പോലും കഴിയുകയുമില്ല. രജിസ്ട്രാർ പ്രകാശൻ്റെ കൊലപാതകം തലസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഭരണപാർട്ടിയുടെ സർവീസ് സംഘടനയിലെ ഉയർന്ന ഒരു നേതാവായിരുന്നു അയാൾ. അതുകൊണ്ട് അയാളുടെ കൊലപാതകിയെ എത്രയും വേഗം കണ്ടുപിടിക്കണമെന്നുള്ള നിർദ്ദേശം മന്ത്രിതലത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ തന്നെ ജീവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അത്രയും കാര്യങ്ങൾ വിലയിരുത്തി നിലവിലുള്ള സാഹചര്യങ്ങളും രണ്ട് കേസിൻ്റെയും കാര്യങ്ങളും വിലയിരുത്തിയതിന് ശേഷം രഘുറാം സാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രണ്ട് കേസുകളും ജീവൻ തന്നെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഇതുവരെ കേട്ടതിന് പ്രകാരം ഒരു ദിവസത്തെ സംഭവത്തിൻ്റെ തുടർച്ച തന്നെയാണ് അടുത്ത ദിവസം എന്ന് കണക്കുകൂട്ടാം. നിങ്ങളിപ്പോൾ നടത്തുന്ന അന്വേഷണം തൃപ്തികരമായതുകൊണ്ട് നിങ്ങളുടെ സംഘം തന്നെ ബാക്കി കൂടി അന്വേഷിക്കുക. കൂടുതൽ ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇന്ന് തന്നെ വീരനെ കാണാൻ പോയിട്ടുണ്ടെന്നും അയാളിൽ നിന്ന് ലഭിക്കാവുന്നത് വളരെ വിലപിടിപ്പുള്ള വിവരങ്ങളായിരിക്കുമെന്നും അതുകൂടി കിട്ടിയതിന് ശേഷമായിരുന്നു താൻ വരുന്നതെങ്കിൽ കുറേ കൂടി നന്നായിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി തൃപ്തികരമായി കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നും ജീവൻ അവരെ രണ്ടുപേരെയും അറിയിച്ചു. രഞ്ജിത്തിനെ കണ്ട് ഇന്ന് പോയതിൻ്റെ വിവരങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ യൂണിഫോം ഇട്ട ആ ക്രിമിനലിൻ്റെ എന്തെങ്കിലും അടയാളങ്ങൾ അയാളിൽ നിന്ന് ലഭിക്കുമെങ്കിൽ അതുകൂടി അറിയിക്കുക. അറിയിച്ചാലും ഇവർക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? സംശയത്തോടെ അയാളെ കാണുമായിരിക്കും. ചിലപ്പോൾ ഈ കാലഘട്ടത്തിനുള്ളിൽ അയാൾ സർവീസിൽ നിന്ന് തന്നെ പോയി എന്നും വരാം. പിന്നെ അവർക്കെതിരെ യാതൊന്നും സാധിക്കില്ല. ഇനി അതല്ല, സർവീസിലുണ്ടെങ്കിൽ പോലും അത്തരം ആളുകൾക്ക് മാരകമായ സ്വാധീനമുണ്ടാകും. അപ്പോഴും അവരുടെ നേരെ ഒരു അന്വേഷണം നടത്താൻ പോലും ഇവർക്ക് കഴിയില്ല. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് താൻ കേസ് അന്വേഷിക്കാതെ തേരാവാര നടക്കുകയാണെന്ന് കരുതിയിട്ടല്ല, മുകളിലേക്ക് റിപ്പോർട്ട് കൊടുക്കാനാണെന്ന് അറിയാമല്ലോ. അതൊന്നും എന്നോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ സാർ. സാറിനെ ഞാൻ കാണാനും ഒപ്പം പ്രവർത്തിക്കാനും തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേ ആയതല്ലേ. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനും ചോദിക്കാനും ഇല്ലാത്തതുകൊണ്ട് ജീവൻ ജോസിന് പോകാൻ അനുവാദം കിട്ടി. അപ്പോൾ തന്നെ അയാൾ അവിടെ നിന്നും ഇറങ്ങി. ഒരു ഫോൺ കോൾ ഏതു സമയവും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് വന്നത് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടാണ്. അത് കൂടുതൽ നന്നായി. വിളിക്കുന്നയാളിൻ്റെ പേര് സ്ക്രീനിൽ കണ്ടപ്പോഴേ ജീവൻ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറി നിന്നു. ആരായിരിക്കും ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാവുക? രഞ്ജിത്താണെങ്കിൽ വീരനുമായി സംസാരിച്ചതിൻ്റെ കാര്യം പറയാനായിരിക്കുമോ? അടുത്ത ഭാഗത്തിൽ നമുക്കറിയാം കേട്ടോ. അറിയാവുന്നതുപോലെയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് കുറവുകളൊക്കെ കാണും. ക്ഷമിക്കുമെന്ന് കരുതുന്നു. കുറവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചേക്കണേ. നിർദ്ദേശങ്ങളും അങ്ങനെ കുറിക്കാം. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.